ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് എടുക്കുന്ന പോർഷന് നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ എടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 1 ഗ്രാം അറ്റോമിക് മാസ് എന്താണെന്നും 1 ഗ്രാം അറ്റോമിക് മാസിനെ റിലേറ്റ് ചെയ്തുള്ള ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസും എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തായിരുന്നു. ഇന്ന് നമ്മൾ എടുക്കുന്നതാണ് നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ്. നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. നമ്മൾ ആദ്യം നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷന് നിങ്ങളെ ഇപ്പം തന്നെ കാണാതെ പഠിപ്പിക്കും. ശ്രദ്ധിച്ചിരിക്കണേ. ഒരു എലമെന്റിന്റെ നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ, ഒരു എലമെന്റിന്റെ നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ എലമെന്റിന്റെ മാസ് ഇൻ ഗ്രാം വാല്യൂനെ, ആ എലമെന്റിന്റെ മാസ് ഇൻ ഗ്രാം വാല്യൂനെ ആ എലമെന്റിന്റെ തന്നെ ഗ്രാം അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഒരു എലമെന്റിന്റെ നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ് കണ്ടുപിടിക്കണമെങ്കിൽ ആ എലമെന്റിന്റെ മാസ് ഇൻ ഗ്രാം വാല്യൂനെ ആ എലമെന്റിന്റെ ഗ്രാം അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമ്മുടെ മനസ്സിലോട്ട് വരും, സാറേ മാസ് ഇൻ ഗ്രാം വാല്യൂ നമ്മൾ എങ്ങനെയാ അറിയുന്നത്? ആ എലമെന്റിന്റെ മാസ് ഇൻ ഗ്രാം വാല്യൂ ഉറപ്പായിട്ടും ഇവിടെ കൊടുത്തിരിക്കും, ക്വസ്റ്റ്യനിൽ തന്നിരിക്കും. മാസ് ഇൻ ഗ്രാം വാല്യൂ ക്വസ്റ്റ്യനിൽ തരും. ഗ്രാം അറ്റോമിക് മാസ് ഞാൻ നിങ്ങളെ കൊണ്ട് കാണാതെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഒരു 10 എലമെന്റിന്റെ ഗ്രാം അറ്റോമിക് മാസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കാണാതെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ 10 എലമെന്റിൽ നിന്നേ ക്വസ്റ്റ്യൻ വരത്തുള്ളൂ. ഗ്രാം അറ്റോമിക് മാസ് നമുക്ക് കാണാതെ അറിയണം. മാസ് ഇൻ ഗ്രാം വാല്യൂ എവിടെ തരും? ക്വസ്റ്റ്യനിൽ തരും. ഈ ഗ്രാം അറ്റോമിക് മാസും ചിലപ്പം ക്വസ്റ്റ്യനിൽ തരാം, പക്ഷെ നമ്മൾ ക്വസ്റ്റ്യൻ തരുമെന്നുള്ള പ്രതീക്ഷ വേണ്ട. ഗ്രാം അറ്റോമിക് മാസ് ഞാൻ ആ പറഞ്ഞ 10 എലമെന്റിനെ നിങ്ങൾക്ക് കാണാതെ പഠിച്ചു വെക്കുക. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ്, ഒരു എലമെന്റിന്റെ നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂ കാണണമെന്നുണ്ടെങ്കിൽ ആ എലമെന്റിന്റെ മാസ് ഇൻ ഗ്രാം വാല്യൂനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? ഗ്രാം അറ്റോമിക് മാസ് വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എലമെന്റിന്റെ മാസ് ഇൻ ഗ്രാം വാല്യൂ ക്വസ്റ്റ്യൻ തരും. എലമെന്റ് ഗ്രാം അറ്റോമിക് മാസ് നമ്മൾ കാണാതെ അറിഞ്ഞിരിക്കണം. ഇനിയും ഏതൊറക്കത്തിൽ ചോദിച്ചാലും പറയണം, നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ് കാണണമെന്നുണ്ടെങ്കിൽ, നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ് കാണണമെന്നുണ്ടെങ്കിൽ എലമെന്റിന്റെ മാസ് ഇൻ ഗ്രാം വാല്യൂനെ, അതായത് ക്വസ്റ്റ്യനിൽ തന്ന മാസ് ഇൻ ഗ്രാം വാല്യൂനെ എലമെന്റിന്റെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? ഗ്രാം അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഈ നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിന് പകരം ചിലപ്പം ക്വസ്റ്റ്യനിൽ തരാം ഹൗ മെനി ഗ്രാം അറ്റോമിക് മാസ് എന്ന് തരാം. നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് ചിലപ്പോൾ അവര് ഹൗ മെനി ഗ്രാം അറ്റോമിക് മാസ് എന്ന് ചോദിക്കാം. ഹൗ മെനി ഗ്രാം അറ്റോമിക് മാസ് എന്ന് ക്വസ്റ്റ്യൻ തന്നാലും അതിന്റെ മീനിങ് നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ തന്നെ. മറക്കരുത്, ഹൗ മെനി ഗ്രാം അറ്റോമിക് മാസ് എന്ന് ക്വസ്റ്റ്യൻ തന്നാലും അതിന്റെ മീനിങ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ തന്നെയാണ്? നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ തന്നെ. ഒരു എലമെന്റിന്റെ നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ്. മാസ് ഇൻ ഗ്രാം ക്വസ്റ്റ്യൻ തരും, ഗ്രാം അറ്റോമിക് മാസ് ആ എലമെന്റിനെ നമ്മൾ കാണാതെ പഠിച്ചിരിക്കണം. ക്ലിയർ ആയി? നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിൽ നിന്ന് നമുക്ക് നമ്പർ ഓഫ് ആറ്റംസ് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിൽ നിന്ന് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? നമ്പർ ഓഫ് ആറ്റംസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിൽ നിന്ന് നമ്പർ ഓഫ് ആറ്റംസ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂനെ, നമ്മൾ കണ്ടുപിടിച്ച നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂനെ അവോഗാഡ്രോ നമ്പർ ആയിട്ടുള്ള 6.8
6.022 into 10⁻23 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിൽ നിന്ന് നമ്പർ ഓഫ് ആറ്റംസ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂവിനെ അവോഗാഡ്രോ നമ്പർ ആയിട്ടുള്ള 6.022 into 10⁻23 കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ക്ലിയർ ആയോ? ഈ രണ്ട് ഇക്വേഷന് എളുപ്പ ഇക്വേഷൻ നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്യാം. നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ് ഈക്വൽ മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ്. നമ്മൾ നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ് കാൽക്കുലേറ്റ് ചെയ്തു. ഈ നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിൽ നിന്ന് നമ്പർ ഓഫ് ആറ്റംസ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂവിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? അവോഗാഡ്രോ നമ്പർ ആയിട്ടുള്ള 6.022 into 10⁻23 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ രണ്ട് ഇക്വേഷനും ക്ലിയർ ആയല്ലോ. ഇതിനെ ബേസ് ചെയ്തുള്ള ഒരു രണ്ട് പ്രോബ്ലംസ് നമ്മൾ ഇന്ന് ചെയ്യും. ആ രണ്ട് പ്രോബ്ലത്തിനകത്തും നമ്മൾ നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസും കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ആ നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിൽ നിന്ന് നമ്പർ ഓഫ് ആറ്റംസും കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി രണ്ട് പ്രോബ്ലംസ് ആ ചെയ്യുന്നത്. അത് നമുക്ക് രണ്ട് വീഡിയോസ് ആയിട്ട് എന്ത് ചെയ്യാം. ഇത്രയും ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ? ഓക്കെ. നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫസ്റ്റ് പ്രോബ്ലം നമുക്ക് ചെയ്യാം. ആദ്യം ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എന്നിട്ടേ നമ്മൾ ഇത് പ്രോബ്ലം ചെയ്യാൻ തുടങ്ങത്തുള്ളൂ. കാരണം മോൾ കൺസെപ്റ്റിന്റെ പ്രോബ്ലംസ് കുറച്ച് ബുദ്ധിമുട്ടുള്ള പ്രോബ്ലംസ് ആണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം. ശ്രദ്ധിച്ചിരിക്കണേ. നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. How many gram atomic mass are present in 42 gram of nitrogen? എന്ന് പറഞ്ഞാൽ how many gram atomic mass എന്ന് പറഞ്ഞാൽ number of gram atomic mass കാൽക്കുലേറ്റ് ചെയ്യുക. എവിടെ പ്രസന്റ് ചെയ്യുന്നതാ? 42 gram നൈട്രജനിൽ പ്രസന്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. ഹൗ മെനി ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ് എന്ന് തന്നെ. നമ്മുടെ ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് പാർട്ട് ക്ലിയർ ആയി. 42 ഗ്രാം നൈട്രജനിൽ പ്രസന്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂ എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യുക. അതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം കൂടെ കണ്ടുപിടിക്കണം. ആൻഡ് ഓൾസോ കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ആറ്റംസ്. അതായത് നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിൽ നിന്ന് നമുക്ക് നമ്പർ ഓഫ് ആറ്റംസും എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 42 ഗ്രാം നൈട്രജനകത്തുള്ള നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂ ആദ്യം എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യുക. ആ നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിൽ നിന്ന് നമ്പർ ഓഫ് ആറ്റംസ് നമുക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് ആദ്യം നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ് കണ്ടുപിടിക്കാം. എത്ര ഗ്രാം നൈട്രജനകത്തുള്ളതാ? 42 ഗ്രാം നൈട്രജനകത്തുള്ളത്. ശ്രദ്ധിച്ചിരിക്കണേ. 42 ഗ്രാം നൈട്രജനകത്തുള്ള നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂവും ആ നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂവിൽ നിന്ന് നമ്പർ ഓഫ് ആറ്റംസും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ശ്രദ്ധിച്ചിരിക്കണേ. ഈ പ്രോബ്ലം ഒരു ബുദ്ധിമുട്ടും ഇല്ല. നിങ്ങൾക്ക് ചെയ്യുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമുക്ക് ആദ്യം 42 ഗ്രാം നൈട്രജനകത്തുള്ള നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയാ നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഈ GM എന്നിട്ട് കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഗ്രാം അറ്റോമിക് മാസ് എന്ന് തന്നെ. നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാസ് ഇൻ ഗ്രാം വാല്യൂവിനെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം?
ഗ്രാം അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. മാസ് ഇൻ ഗ്രാം വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. മാസ് ഇൻ ഗ്രാം വാല്യൂ ക്വസ്റ്റ്യൻ തന്നേക്കുന്ന എത്ര? 42 ഗ്രാം നൈട്രജൻ എന്ന. പിന്നെ മാസ് ഇൻ ഗ്രാം വാല്യൂ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 42 ഗ്രാം. പിന്നെ മാസ് ഇൻ ഗ്രാം വാല്യൂ നമുക്കറിയാം 42 ഗ്രാം. ആ 42 ഗ്രാമിനെ നമ്മൾ ഗ്രാം അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ നമ്മൾ എടുക്കേണ്ട ഗ്രാം അറ്റോമിക് മാസ് നൈട്രജന്റെ ഗ്രാം അറ്റോമിക് മാസ് എടുക്കണം. കാരണം 42 ഗ്രാം നൈട്രജൻ അകത്തുള്ള നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂ ആ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന മാസ് ഇൻ ഗ്രാം വാല്യൂ ആയിട്ടുള്ള 42 ഗ്രാമിനെ നൈട്രജന്റെ ഗ്രാം അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നൈട്രജന്റെ ഗ്രാം അറ്റോമിക് മാസ് നമ്മൾ കാണാതെ പഠിച്ചിട്ടുണ്ട്. ഗ്രാം അറ്റോമിക് മാസ് ഓഫ് നൈട്രജൻ എത്ര ഗ്രാമ? 14 ഗ്രാമ. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കഴിഞ്ഞ ദിവസത്തിലെ ഫസ്റ്റ് മോൾ കൺസെപ്റ്റിന്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞ ഫസ്റ്റ് വീഡിയോയിൽ 10 എലമെന്റ്സിന്റെ ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂ ഞാൻ കാണാതെ പഠിപ്പിച്ചതാണ് നിങ്ങളെ കൊണ്ട്. ആ 10 എലമെന്റ് ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂ കാണാതെ അറിയണം, എന്നാലും നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ. നൈട്രജന്റെ ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂ എത്രയാണ്? 14 ഗ്രാം. അന്നേരം മാസ് ഇൻ ഗ്രാം വാല്യൂ ക്വസ്റ്റ്യൻ തന്നു 42 ഗ്രാം. ഗ്രാം അറ്റോമിക് മാസ് ഓഫ് നൈട്രജൻ നമുക്ക് കാണാതെ അറിയാം 14 ഗ്രാം. 42 ഗ്രാം ഡിവൈഡഡ് ബൈ 14 ഗ്രാം നമുക്ക് നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂ കിട്ടുന്നത് 3. 42 ഗ്രാം നൈട്രജൻ അകത്തുള്ള നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. എത്ര നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത്? 3 ഗ്രാം അറ്റോമിക് മാസ്. പിന്നെ നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂ എത്ര കിട്ടിയ? 3. ആ നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ് ആയിട്ടുള്ള 3യിൽ നിന്ന് നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂ ആയിട്ടുള്ള 3യിൽ നിന്ന് നമ്പർ ഓഫ് ആറ്റംസ് നമുക്ക് അടുത്ത സ്റ്റെപ്പില് കാൽക്കുലേറ്റ് ചെയ്യണം. നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂ ആയിട്ടുള്ള 3യിൽ നിന്ന് നമ്പർ ഓഫ് ആറ്റംസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂ ആയിട്ടുള്ള 3യെ നമ്മൾ അവോഗാഡ്രോ നമ്പർ ആയിട്ടുള്ള 6.022 into 10⁻23 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അടുത്ത സ്റ്റെപ്പില് ഈ നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂവിൽ നിന്ന് നമുക്ക് നമ്പർ ഓഫ് ആറ്റംസ് കാൽക്കുലേറ്റ് ചെയ്യാം. (42 ഗ്രാം നൈട്രജനകത്തുള്ള നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. 42 ഗ്രാം നൈട്രജനകത്തുള്ള നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂ എത്രയായിരുന്നു? 3. GAM ഇട്ടേക്കുന്ന ഗ്രാം അറ്റോമിക് മാസ് എന്ന്. 42 ഗ്രാം നൈട്രജനകത്തുള്ള നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. എത്രയാണ്? 3. ആ നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിൽ നിന്ന് നമുക്ക് നമ്പർ ഓഫ് ആറ്റംസ് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെ നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിൽ നിന്ന് നമ്പർ ഓഫ് ആറ്റംസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂവിനെ നമ്മൾ അവോഗാഡ്രോ നമ്പർ ആയിട്ടുള്ള 6.022 into 10⁻23 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമ്പർ ഓഫ് ആറ്റംസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂവിനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? അവോഗാഡ്രോ നമ്പർ ആയിട്ടുള്ള 6.022 into 10⁻23 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ക്ലിയർ ആയല്ലോ? ഇവിടെ 42 ഗ്രാം നൈട്രജൻ അകത്തുള്ള നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂ എത്രയായിരുന്നു? 3. നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂ ആയിട്ടുള്ള 3യെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു? അവോഗാഡ്രോ നമ്പർ ആയിട്ടുള്ള 6.022 into 10⁻23 കൊണ്ട് എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ 3 into 6.022 മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3 into 6.022. അങ്ങനെ നമുക്ക് കിട്ടുന്ന ആൻസറിനെ ഇൻറ്റു എന്തെന്ന് കൊടുക്കണം? 10⁻23 എന്ന് കൊടുക്കണം. ശ്രദ്ധിച്ചിരുന്നു. 6.022
022 into എത്ര നോക്കുക 3 നോക്കുക 2 into 3 6 2 into 3 എത്ര 6 0 into 3 എത്ര 0 പോയിന്റ് 6 into 3 18 6.022 into 3 എന്ന് പറയുന്നത് 18.066 ആ 18.066 into എന്നെന്ന് കൊടുക്കണം 10⁻23 എന്ന് കൊടുക്കണം ക്ലിയർ ആയി അങ്ങനെ നമ്മുടെ നമ്പർ ഓഫ് ആറ്റംസ് നമ്മൾ കണ്ടുപിടിച്ചു നമ്പർ ഓഫ് ആറ്റംസിന്റെ വാല്യൂ എത്ര ആവുന്നേ 18.066 into 10⁻23 ആറ്റംസ് ക്ലിയർ ആയി നമ്മൾ ആദ്യം നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ് കാൽക്കുലേറ്റ് ചെയ്തു മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ് നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിൽ നിന്ന് നമ്പർ ഓഫ് ആറ്റംസ് കാൽക്കുലേറ്റ് ചെയ്തു നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അവോഗാഡ്രോ നമ്പർ ആയിട്ടുള്ള 6.022 into 10⁻23 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ക്ലിയർ ആയിട്ട് മനസ്സിലായോ നമുക്ക് ഇനി പ്രോബ്ലം ഒന്ന് ബ്രീഫ് ആയിട്ട് ഒന്നും ചെയ്യാം എക്സ്പ്ലെയിൻ ചെയ്യാം ശ്രദ്ധിച്ചിരിക്കണേ ക്വസ്റ്റ്യൻ നമുക്ക് തന്നത് 42 ഗ്രാം നൈട്രജൻ തന്നു ആ 42 ഗ്രാം നൈട്രജനകത്തുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ് നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക 42 ഗ്രാം നൈട്രജനകത്തുള്ള നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു എത്രയായിരുന്നു കിട്ടിയത് 3 ക്ലിയർ ആയി ഇനി അടുത്ത ചോദിച്ചത് ഈ 42 ഗ്രാം നൈട്രജൻ അകത്തുള്ള നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ് കണ്ടുപിടിച്ചു കഴിഞ്ഞ് നമ്പർ ഓഫ് ആറ്റംസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു നമ്പർ ഓഫ് ആറ്റംസ് എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂ 3യെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അവോഗാഡ്രോ നമ്പർ ആയിട്ടുള്ള 6.022 into 10⁻23 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അങ്ങനെ നമുക്ക് ഇവിടെ നമ്പർ ഓഫ് ആറ്റംസിന്റെ വാല്യൂ 18.066 into 10⁻23 ആറ്റംസ് എന്ന് കിട്ടി ക്ലിയർ ആയിട്ട് മനസ്സിലായോ 42 ഗ്രാം നൈട്രജൻ അകത്തുള്ള നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂ 3 അതിനകത്തുള്ള നമ്പർ ഓഫ് ആറ്റംസിന്റെ വാല്യൂ 18 ആറ്റംസിന്റെ എണ്ണം 18.066 into 10⁻23 ആറ്റംസ് ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ ഈ പ്രോബ്ലം എല്ലാം ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ ഞാനൊരു കോളം തന്നിട്ടുണ്ടായിരുന്നു അതിനകത്തൊരു 10 എലമെന്റ്സ് തന്നു ആ 10 എലമെന്റിന്റെ ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂ നിങ്ങൾ കാണാതെ എന്ത് ചെയ്ത് വെക്കണം പഠിക്കണം ക്ലിയർ ആയല്ലോ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഇതേ സെയിം പാറ്റേൺ ഉള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവൂലേ ഓക്കെ നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സെക്കൻഡ് പ്രോബ്ലം നമുക്ക് ചെയ്യാം ആദ്യം ഫസ്റ്റ് പ്രോബ്ലം ചെയ്തതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആദ്യം വായിച്ച് കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ തുടങ്ങാതെ ശ്രദ്ധിച്ചിരിക്കണം ഹൗ മെനി ഗ്രാം അറ്റോമിക് മാസ് GAM എന്ന് പറഞ്ഞാൽ ഗ്രാം അറ്റോമിക് മാസ് ആണ് ഹൗ മെനി gram atomic mass are present in 80 gram oxygen അതായത് 80 gram ഓക്സിജൻ അകത്തുള്ള നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂ കണ്ടുപിടിക്കുക 80 gram ഓക്സിജൻ അകത്തുള്ള നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂ കണ്ടുപിടിക്കുക ആ നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് അവര് ഹൗ മെനി ഗ്രാം അറ്റോമിക് മാസ് എന്ന് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് ഹൗ മെനി ഗ്രാം അറ്റോമിക് മാസ് എന്ന് ചോദിച്ചാൽ ഓർത്തോണം അത് നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് പാർട്ട് ക്ലിയർ ആയി 80 ഗ്രാം ഓക്സിജൻ അകത്ത് പ്രസന്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂ കണ്ടുപിടിക്കുക ക്ലിയർ ആയി അത് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ് ഈക്വൽ മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ്
ഇനി അത് കഴിഞ്ഞവർ ചോദിച്ചിരിക്കുന്നത് ആൻഡ് ഓൾസോ കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ആറ്റംസ്. ആ നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂവിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കണം. എങ്ങനെ നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂവിൽ നിന്ന് നമ്പർ ഓഫ് ആറ്റംസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂവിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? അവോഗാഡ്രോ നമ്പർ ആയിട്ടുള്ള 6.022 into 10⁻23 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്ക് ആദ്യം നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ് കണ്ടുപിടിക്കാം. ആ നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂവിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാം. ശ്രദ്ധിച്ചിരിക്കണേ. 80 ഗ്രാം ഓക്സിജൻ അകത്ത് പ്രസന്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂ നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. ആ നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂവിൽ നിന്ന് നമുക്ക് നമ്പർ ഓഫ് ആറ്റംസും കാൽക്കുലേറ്റ് ചെയ്യാം. ശ്രദ്ധിച്ചിരിക്കുക, സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാവേ. നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ, നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ പഠിച്ച ഇക്വേഷൻ ഏതാ? മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ്. ഇവിടെ ഓക്സിജന്റെ നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ എന്ന് കൊടുത്തിരിക്കുന്നത്. മാസ് ഇൻ ഗ്രാം വാല്യൂ എവിടെ തന്നിട്ടുണ്ട്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. മാസ് ഇൻ ഗ്രാം വാല്യൂ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് എത്രയാണ്? 80 ഗ്രാം. കാരണം 80 ഗ്രാം ഓക്സിജൻ എന്നല്ലേ പറഞ്ഞേക്കുന്നത്. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന മാസ് ഇൻ ഗ്രാം വാല്യൂ ആണ് എത്രയാണ്? 80 ഗ്രാം ഡിവൈഡഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ് ഓഫ് എന്താണ്? ഓക്സിജൻ. ഓക്സിജന്റെ ഗ്രാം അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്സിജന്റെ ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂ എത്ര? 16 ഗ്രാം. ഈ ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂ ഞാൻ നിങ്ങളെ 3 കോളമായിട്ട് കാണാതെ പഠിപ്പിച്ചതാ. 10 എലമെന്റിന്റെ ആ 10 എലമെന്റ് ഗ്രാം അറ്റോമിക് മാസ് വാല്യൂ കാണാതെ അറിയണം, എന്നാലേ പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളേ. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന മാസ് ഇൻ ഗ്രാം ആയിട്ടുള്ള 80 ഗ്രാമിനെ ഓക്സിജന്റെ ഗ്രാം അറ്റോമിക് മാസ് ആയിട്ടുള്ള 16 കൊണ്ട് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. 80 ഡിവൈഡഡ് ബൈ 16. 80 ഡിവൈഡഡ് ബൈ 16 നമുക്ക് വാല്യൂ എത്ര കിട്ടുന്നത്? 5 എന്ന് കിട്ടും. 80 ഡിവൈഡ് ബൈ 16ന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 5. നമുക്ക് നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂ എത്രയാണ്? 5. ഈ നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂവിൽ നിന്ന് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? നമ്പർ ഓഫ് ആറ്റംസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഒരു കാര്യം ക്ലിയർ ആയി. 80 ഗ്രാം ഓക്സിജനകത്തുള്ള നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂ എത്രയാണ്? 5. അതുകൊണ്ടാണ് നമ്മളിവിടെ 5 GAM എന്ന് ഇട്ടേക്കുന്നത്. 5 ഗ്രാം അറ്റോമിക് മാസ്. ആ 5 ഗ്രാം അറ്റോമിക് മാസിൽ നിന്ന് നമുക്ക് നമ്പർ ഓഫ് ആറ്റംസ് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. 80 ഗ്രാം ഓക്സിജനകത്തുള്ള നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. 80 ഗ്രാം ഓക്സിജനകത്തുള്ള നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂ ആണ് 5. ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ 5 ഗ്രാം അറ്റോമിക് മാസിനകത്തുള്ള നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കണം. അതായത് നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂ ആയിട്ടുള്ള 5 ഉപയോഗിച്ച് എന്ത് കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കുക. നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിൽ നിന്ന് നമ്പർ ഓഫ് ആറ്റംസ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂവിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? അവോഗാഡ്രോ നമ്പർ ആയിട്ടുള്ള 6.022 into
10⁻23 കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? അവോഗാഡ്രോ നമ്പർ ആയിട്ടുള്ള 6.022 into 10⁻23 കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ക്ലിയർ ആയല്ലോ? നമ്മുടെ നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂ എത്ര? 5 into അവോഗാഡ്രോ നമ്പർ 6.022 into 10⁻23. ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 5 into 6.022 അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. 5 into എന്താണ്? 6.022. നമ്മൾ 5 into 6.022 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 30.11. 30.110 എന്നാണ് കിട്ടുന്നത്. ഇവിടെ 0 എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. 0 ഇട്ടാലും പ്രശ്നമൊന്നുമില്ല. 30.110 into 10⁻23 എന്നാണ് നമുക്ക് കിട്ടുന്നത്. 30.110 into 10⁻23 ആറ്റംസ്. ഇവിടെ 0 കൊടുക്കണമെന്നില്ല. 30.11 എന്ന് എഴുതിയാലും മതി. നമ്മൾ 5 into 6.022 നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 30.11 into 10⁻23 എന്താണ്? ആറ്റംസ്. ക്ലിയർ ആയല്ലോ? നമ്മൾ 80 ഗ്രാം ഓക്സിജനകത്തുള്ള നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂ എത്ര കിട്ടി? 5 കിട്ടി. ആ നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂ ആയിട്ടുള്ള 5ൽ നിന്ന് നമ്പർ ഓഫ് ആറ്റംസിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. 30.11 into 10⁻23 ആറ്റംസ്. ക്ലിയർ ആയല്ലോ? നമ്മൾ ഈ പ്രോബ്ലത്തിൽ ചെയ്തത് നമുക്കൊന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ശ്രദ്ധിച്ചിരിക്കണേ. ക്വസ്റ്റ്യനിൽ അവർ തന്നേക്കുന്നത് 80 ഗ്രാം ഓക്സിജൻ തന്നു. 80 ഗ്രാം ഓക്സിജനകത്തുള്ള നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂ, 80 ഗ്രാം ഓക്സിജനകത്തുള്ള നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂ എത്രയായിരുന്നു? 5. ക്ലിയർ ആയല്ലോ? ആ നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂവിൽ നിന്ന് നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിച്ചു. 30.11 into 10⁻23 ആറ്റംസ്. ഇപ്പം ക്ലിയർ ആയിട്ട് മനസ്സിലായി. മാസ് ഇൻ ഗ്രാം വാല്യൂ തന്നിട്ട് നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂ കണ്ടുപിടിക്കാനും ആ നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂവിൽ നിന്ന് നമ്പർ ഓഫ് ആറ്റംസ് എന്ത് ചെയ്യാനും കണ്ടുപിടിക്കാനും ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഈ ടൈപ്പ് ഒരു ക്വസ്റ്റ്യന് ഹോംവർക്ക് തരുക. നിങ്ങൾ ഹോംവർക്ക് ചെയ്തിട്ട് എല്ലാവരും ഹോംവർക്ക് ചെയ്തിട്ട് നിർബന്ധമായിട്ട് ആ ഹോംവർക്കിന്റെ ഫോട്ടോ എടുത്ത് നമ്മുടെ ഗ്രൂപ്പിൽ ഇടണ്ട, വാട്സപ്പിലോട്ട് ഒന്നും എന്ത് ചെയ്യണം? അയച്ചു തരണേ. ശ്രദ്ധിച്ചിരിക്കുക ഹോംവർക്ക്. 24 ഗ്രാം കാർബൺ. ആ 24 ഗ്രാം കാർബണിനകത്തുള്ള നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. ആ നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസിന്റെ വാല്യൂവിൽ നിന്ന് നമ്പർ ഓഫ് ആറ്റംസും എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. ഹോംവർക്ക് എല്ലാവരും ചെയ്തിട്ട് ഒന്ന് അയച്ചു തരണം. ഈ മോൾ കൺസെപ്റ്റ് പ്രോബ്ലംസ് നിങ്ങൾ എത്രയും ചെയ്യുന്നു അത്രയും ക്ലിയർ ആയിട്ട് മനസ്സിലാവുകയെ